പണ്ടാരോ പറഞ്ഞു നീ വാഴ നീ പാഴ വെള്ളത്തിൽ വരച്ച വര ഉപയോഗശൂന്യന അവനെ പോലെയാക നീ ഇവനെ പോലെയാക നീലവന്മാരോട് പോകാൻ പറ നീയായ മതി. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ വളവുമിട്ടേ നീ ഒന്ന് എടുത്തു നോക്ക്. നീ ആ ഫോൺ ഇങ്ങോട്ട് വന്നേ, അവന്റെ അസുഖം ഒന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. ഹലോ ജെനി. ജെനി അല്ലടാ, ജിന്ന്. നീ ഇനി എന്റെ കൊച്ചിനെ വിളിച്ചോല്. നീ എന്തോ ഉണ്ടാക്കാനാ വിചാരിക്കുന്നെങ്കിലോ അത് നടക്കൂല. എന്റെ ഒക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ ഒരു പുണ്ണാക്കം ചെയ്യൂല. ആയിക്കോട്ടെ, എന്നാ താൻ എന്താന്ന് വെച്ചാ ചെയ്തോ. ഭീഷണിയോ? വെച്ചാ പട്ടി ഫോൺ വെച്ച്. ചിന്നേട്ടിനെ പഠിപ്പിച്ച മലയാളം ടീച്ചേഴ്സിനോട് എനിക്ക് കഷ്ടം തോന്നുന്നു, കഷ്ടം. ഓ അങ്ങോട്ട് മാസായിരുന്നു, മരണമാസ്. ഇത് കേട്ടാ നിക്കറ് മുള്ളി കാണും. കേട്ടോണ്ടിരുന്നവൻ തന്നെ നാണക്കേട് കാണും, നിക്കറി മുള്ളി കാണും. മതി, ഇനി എന്തായാലും അവൻ ഇവിടെ നാളെ കൊണ്ടുപോകാൻ പോകുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. വേണ്ടടാ, ഇത് ഞാനും അവളും തമ്മിലുള്ള പ്രശ്നം. എന്തോന്നാ കൊറേ നേരം ആയല്ലോ. നമ്മളെ ഒന്നും അറിയിക്കാതെ എന്തൊക്കെയാ പരിപാടി. പറഞ്ഞിട്ടാണല്ലോ കുളിക്കാൻ പോയത്. രസികൻ. ഇവിടെ ഞാനും ടൈയൊക്കെ ഉള്ളപ്പോ നീ അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കും. പിന്നെ ഞാനും ഇവരെല്ലാരും അറിഞ്ഞു. തൊണ്ടി മുതല സഹിതം എല്ലാം കണ്ടുപിടിച്ചു ഞങ്ങൾ. എന്ത് മുതല്? തൊണ്ടി മുതല്? ഇതെന്തുവാ? എന്റെ ബലമായ സംശയം ഇത് ഹീൽസ് ആണ്. പറഞ്ഞല്ല, ഇല്ലെങ്കിൽ നമ്മൾ രണ്ട് മാങ്ങയാണ് വെച്ചാൽ. ആ ഹീൽസ് എനിക്ക് വേണ്ടി ഞാൻ മേടിച്ചതാ. നമുക്കറിയാം. എന്തോ എന്നെ ജനീച്ച് വിളിക്കുന്നു പാൻകേക്ക് തിരിച്ചിടാൻ. ജനീച്ച് അല്ലേലും വിളിക്കും. അവൻ പോയോ? അടുത്ത കിഡ്നാപ്പിംഗ് അറ്റംപ്റ്റ് ആണെന്നാ തോന്നുന്നേ. അതൊക്കെ പോട്ടെ, ഹീൽസ് നോക്കട്ടെ. ആയിരിക്കും, നേരത്തെ ഇട്ടില്ലായിരുന്നു. മിക്കവാറും എലാസ്റ്റിക് ആയിരിക്കും. ചിലപ്പോ അവൻ ഹീൽസ് ഇടാൻ വേണ്ടി പാതി കാല് മുറിച്ചിട്ട് പിന്നീട് ഹീൽസ് ഊരി കളഞ്ഞിട്ട് കാല് ഫിറ്റ് ചെയ്തതായിരിക്കും. നന്നായി. ഇനി എന്തായാലും എൻ്റെ അടുത്ത നീക്കങ്ങൾ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യണം. ഇതാ സീറ്റ്. ഓക്കെ. പോയി നോക്ക്.